ഈ ഒരു കാര്യത്തിൽ മാത്രം മാറ്റം വരുമെന്ന് എനിക്ക് തോന്നണില്ല. എത്ര നല്ല ഡീപ്പ് സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും ഞാൻ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞ ഇവനറിയും. എന്നിട്ട് എന്റെ തോളത്ത് വന്നിട്ട് ദേ ഇതേപോലെ കിടക്കും. ഈ ഒരു കിടപ്പ് ബെഡിൽ കിടന്ന് ഉറങ്ങിയാൽ മതി. അതവന് പറ്റൂല. ഉറക്കപ്പിച്ചൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ബാൽക്കണി കൊണ്ട് നിർത്തിയതാണ് ട്ടോ. അപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് പിന്നെ അനിയനെ കൊഞ്ചിക്കലൊക്കെ ആയേ. ചേട്ടനും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അടി ഉണ്ടാക്കുമെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഭയങ്കര സ്നേഹമാണ് ട്ടോ. ആ സ്നേഹം കാണുമ്പോൾ ഞാൻ തന്നെ അന്താളിച്ച് നിൽക്കാറുണ്ട്. കുറച്ചു നേരത്തെ മുമ്പ് അടി ഉണ്ടാക്കിയവരാണോ ഈ സ്നേഹിച്ചേ നടക്കണേ എന്നൊക്കെ ഞാനും വിചാരിക്കാറുണ്ട് ട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ചായ കൂടിയും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് ഡേ ടു ഡേ വരെ പോകാനായിട്ട്. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ഏതുമോനും കൂടിയാണ് ട്ടോ പോകുന്നത്. ചാച്ചൻ കൂടെ ഇല്ലാത്ത സമയത്ത് ഞാൻ എങ്ങാനും പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതുമോനെയും കൂട്ടിയിട്ടേ പോവുള്ളൂ. ഏതുമോനെ കൂട്ടിയിട്ട് പോകാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും അവൻ. ഒരുവിധം നടക്കും ട്ടോ. പിന്നെ കാല് വേദന എടുക്കുമ്പോൾ അവൻ പറയും അമ്മ കാല് വേദന എടുക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കും, പാവം തോന്നും. പിന്നെ ഡോണുനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ വലിയ ഡയലോഗ് ഒക്കെ അടിക്കും. എന്നിട്ട് റൂമിൽ നിന്ന് ലിഫ്റ്റ് വരെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തുകൊണ്ടേ നടക്കണം. അതുകൊണ്ട് ഞാൻ ഡോണുവിനെ എങ്ങും നടക്കുമ്പോൾ ഞാൻ കൊണ്ടുപോകില്ല. കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടുന്ന ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് ഈ ടൈപ്പ്, ഈ ഗൗൺ ടൈപ്പ് ഡ്രസ്സൊക്കെ അതൊക്കെ ഡേ ടു ഡേ എന്നാണ് കേട്ടോ. ബൈ ദ ബൈ ഈ വീഡിയോ എടുത്ത് തന്നത് എന്റെ ഏതപ്പനാണ്. ഈ ഡ്രസ്സിന് പറയുന്ന പേരെന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. കൊറിയൻ ടൈപ്പ് എന്നൊക്കെ ഞാൻ പലയിടത്തും കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്താ ഇതിനെ പറയാന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഡേ ടു ഡേയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ്. ചെക്കനൊരു ടോയും വാങ്ങി ഞങ്ങൾ ദേ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഒരു ടോയ് വാങ്ങിയുള്ളൂ, അതായത് ഒരു ബോക്സ്. അതിൽ തന്നെ കുറെ കാറും JCBയും എന്താണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ചെല്ലുമ്പോ തന്നെ ഡോണിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടനെ കണ്ടപ്പോഴത്തേക്കും ഡോൺ ഓടി വന്നേ. ചേട്ടൻ കുറച്ച് പോസ് ഇട്ടു എന്നാലും കൊടുത്തു കേട്ടോ.